എന്താ എവിടെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി നിന്നതാ. എന്താ പറ്റി? നിന്റെ ആ അളിയൻ ചെക്കയില്ലേ അഖില്, അവ എന്റെ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തരാം നാളെ തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കുറെ ആയി. ഇതൊന്നും നടപടിയാവണ കേസല്ല. നീ ഒരു കാര്യം ചെയ്യും, അവനോട് പറഞ്ഞ ആ പൈസ ഇങ്ങ് മേടിച്ച അവസാനം നമ്മൾ തമ്മിലുള്ള ബന്ധം തെറ്റരുത്. ശരിയടാ, ഞാൻ നോക്കട്ടെ. പിന്നെ നീ ആയിട്ട് വേറെ പ്രശ്നത്തിനൊന്നും പോണ്ട. എന്താന്ന് വെച്ചാൽ ഞാൻ ഡീൽ ചെയ്തേക്കാം. ഓക്കേടാ, നീ എന്താന്ന് വെച്ചാ ചെയ്. കാവ്യേ, കാവ്യ എവിടെ അമ്മേ? എന്താടാ അവളെവിടെ? നീ കാര്യം പറ. അവളുടെ ആംഗ്ല എടുത്തോണ്ടല്ലോ, അവൻ നാട് നീളം ഇറങ്ങിയുള്ള കാശ് മൊത്തം കടം വാങ്ങിച്ചിട്ടിട്ടേ വഴിയിൽ പിടിച്ചെടുത്ത ആൾക്കാർ എന്റെ അടുത്താ ചോദിക്കുന്നത്. കഞ്ഞി കുടിക്കാൻ കഴിവില്ലാത്തടത്തുനിന്നേ ബന്ധം വേണ്ടെന്ന് അന്നേ ഞാൻ പറഞ്ഞതാ. എന്താ ഏട്ടാ? എന്താന്ന് നിന്റെ പുന്നാര ആംഗ്ലയില്ലേ, അവൻ കാരണം എനിക്കിപ്പോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അവൻ ആരെയും പറ്റിച്ചിട്ടേ നാട് വിട്ടു പോയിട്ടൊന്നുമില്ലല്ലോ. ഒരു ലോണിന് ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടിയ എല്ലാം ശരിയാവും. അപ്പൊ അതുവരെ എന്നെ ആൾക്കാരിങ്ങനെ പിടിച്ചു നിർത്തിക്കോട്ടെ എന്നാണല്ലേ? അതിന് കിടപ്പാടം പോലും ഇല്ലാതെ വാടകയ്ക്ക് കിടക്കുന്നവർക്കൊക്കെ ആര് ലോണ് കൊടുക്കാനാ? അമ്മ ഇത് വിശ്വസിച്ചോ? ഈ ലോണിന്റെ കഥയും പറഞ്ഞ് എന്റെ അടുത്തുനിന്ന് വരെ അവൻ കാശ് വാങ്ങിച്ചിട്ടുണ്ട്. നാണമില്ലാത്ത കൂട്ടങ്ങള്. എടാ, എന്താ എടാ ലോണിന്റെ കാര്യം? എടി, ഞാൻ ഇന്നും പോയി, പക്ഷെ അവരിങ്ങനെ ഓരോ അവധി പറയുന്നല്ലാണ്ട് വേറൊന്നും പറയുന്നില്ല. എടാ, ആൾക്കാരൊക്കെ ഏട്ടനോട് ചോദിച്ചു തുടങ്ങി. എടി, ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. എടാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ഒരു കാര്യം ചെയ്, നാളെ നീ ഇങ്ങോട്ട് വാ. എന്റെ ശമ്പളത്തിലെ ഞാൻ കുറച്ച് രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്നതോ നക്കാപ്പിച്ചയാണ്, അത് പിന്നെ പോട്ടേന്ന് വെക്കാം. ഇപ്പൊ കിട്ടുന്നതിന്റെ ഷെയറും കൂടെ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യം എന്താ? എന്തായാലും നീ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ മുടിപ്പിച്ചിട്ടായാലും അവൾ അവിടെ സ്വന്തം വാങ്ങണേ രക്ഷിക്കും. വരട്ടെ, അവൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല, ആരായത്? എത്ര നാളായി കണ്ടിട്ട്? അന്ന് നീ വന്നപ്പോ നിന്റെ ഒരു ബൈക്കില്ലായിരുന്നോ? അതെന്തിയേ? അത് കൊടുത്തു. അയ്യോ, നല്ല വണ്ടിയായിരുന്നു. എന്തിനാ മോനെ കൊടുത്തേ? കേറി വാ. പണിക്ക് പോയി കിട്ടുന്നതിൽ നിന്നും ഫുഡിനും കൂടെ മാറ്റിവെച്ചാൽ പിന്നെ കയ്യിലൊന്നും കാണില്ല. അവിടെ കഴിപ്പൊക്കെ കണക്കാം. റാങ്ക് ലിസ്റ്റിന്റെ കാര്യം എന്തായി? അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉടനെ കിട്ടുമോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കുവന്നേ. എന്തോ കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കുന്നില്ല. എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ പേടിയാവുക. ഇതുകൊണ്ടൊന്നും ആവില്ല എന്നറിയാം. എന്നാലും എന്തെങ്കിലും ഒരു കടം തീരട്ടെ. ഇത് പിടിക്കും. ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല വന്നേ, നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാനിവിടെ വരുന്ന അളിയന് ഇഷ്ടമല്ലല്ലോ. ആരാ ഇത്? ഏട്ടാ,
അവനാകെ ഡൗൺ ആണ്. അയ്യോ, അവൻ എന്തിനു ഡൗൺ ആവുന്നേ? അവൻ കാരണം ബാക്കിയുള്ളവർക്കല്ലേ പ്രശ്നം. അളിയാ, ഞാൻ കടങ്ങൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് തീർത്തോണ്ട് വരുവാ. പിന്നെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടല്ലോ, ജോലിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോണൊന്നും കിട്ടാൻ പ്രയാസം ഉണ്ടാവില്ല. എല്ലാ നാടകവും പൊട്ടിയപ്പോ അടുത്തത്. എടാ, നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ തിന്നാനേ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടാ നിനക്ക്? ഇമാതിരി സേവനമൊന്നും ഇവിടെ വേണ്ട. അതെ, ഈ വരുന്നവർക്കും പോണവർക്കും വച്ചു വിളമ്പ ഇത് സത്രമൊന്നുമല്ല. പോട്ടെ. അതെ, എന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അവനോട് ഇങ്ങനെ പെരുമാറും. കള്ളനാ, പഠിച്ച കള്ളൻ. അതെ, അവൻ കള്ളനാ. ആരവനെ കള്ളനാക്കിയേ? ഓ, ഇനി അതും കൂടെ എന്റെ തലയെ കൊണ്ടിടും. അതെ, നിങ്ങളുടെ കുഴപ്പം തന്നെയാ. കല്യാണ തലേന്ന് സ്ത്രീധനം പോരാന്ന് പറഞ്ഞിട്ട് ആരവിടെ പ്രശ്നം ഉണ്ടാക്കിയേ? നിങ്ങളുടെ അമ്മയല്ലേ. എന്റെ കല്യാണം നടത്താൻ വേണ്ടിട്ടാ അവൻ പലിശക്ക് പൈസ എടുത്തിട്ട് ഈ ഗതിയിലായത്. അതെ, ഈ പെങ്ങളെ കെട്ടിച്ചു വിടേണ്ടത് ആങ്ങളമാരുടെ കടമയാണ്, അല്ലാതെ അത് വലിയ ത്യാഗമൊന്നുമല്ല. എന്താടാ, നിനക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരെ? ചേട്ടാ, കൊടുക്കാനുള്ള പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം. അതിൻ്റെ പേരിൽ ചേട്ടനെ ആരും ഇനി ഉപദ്രവിക്കാതെ ഞാൻ നോക്കിയോളാം. ഇതും പറഞ്ഞ് ചേട്ടൻ ഇനി ചേച്ചിയെ വിഷമിപ്പിക്കരുത്. എന്റെ ഭാര്യയെ ഞാൻ എന്ത് ചെയ്യണം വേണ്ടെന്ന് എനിക്കറിയാം. അത് നീ പറയേണ്ട ആവശ്യമില്ല. നീ പോയി കട്ടോ മോട്ടിച്ചോ നിന്റെ കടങ്ങൾ ആദ്യം തീക്കാൻ നോക്ക്. കേട്ടോടാ, ചല്ല കേക്ക. എന്തായാലും നിനക്ക് ഈ വഴി വരാൻ തോന്നിയല്ലോ, സന്തോഷം. എന്നും വിചാരിക്കും ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ. പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലമൊന്നും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞാലുള്ള തിരക്കൊക്കെ നിനക്ക് അറിയില്ലേ. എന്നാ പറ നിന്റെ വിശേഷങ്ങളൊക്കെ. ഓ, എന്ത് വിശേഷം? ജോലി, വീട്, വീട്, ജോലി. എന്താ നിന്റെ വിശേഷങ്ങള്? അനിയന്റെ കാര്യമൊക്കെ എന്തായി? ഓ, എന്താവാൻ, നാട് മുഴുവൻ കടവുമായിട്ട് നടക്കുന്നു. അവൻ കാരണം എന്റെ മകനെ ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത. എന്റെ പൊന്നു മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ എവിടെയെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെട്. എടി, ഞാൻ പഠിക്കാഞ്ഞിട്ടോ കഷ്ടപ്പെടാഞ്ഞിട്ടോ അല്ലല്ലോ. അതൊന്നും എനിക്ക് അറിയണ്ട. നീ രക്ഷപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ആൾക്കാര് നിന്നെ വായി തോന്നി പറയുന്ന കേൾക്കാൻ എനിക്കിനി വയ്യടാ. ചേച്ചിയുടെ കയ്യിലേ ഇപ്പൊ ഇതേ ഉള്ളൂ. ഇത് കണ്ടില്ലെങ്കിൽ അയാളെ ചിലപ്പോ എന്നെ ചീത്ത പറയും. കുഴപ്പമില്ല, എന്തായാലും കൊല്ലില്ലല്ലോ. നീ പോ.
ഹലോ. ആ. ഓ, താങ്ക് യു. ഡേ, നിന്റെ കയ്യിൽ 2 വളയല്ലേ കിടന്നേ? അതിലൊന്നെന്തിയേ? അത് ഞാൻ എൻ്റെ അനിയന് കൊടുത്തു. എന്താ? മാറി. നിന്റെ തോന്നിവാസത്തിന് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എന്നെ അനുസരിച്ച് ഞാൻ പറയുന്നതായിട്ട് ജീവിക്കാമെങ്കിൽ ജീവിച്ചാ മതി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. നീ ആ വളയായിട്ട് തിരിച്ചു വന്നാ മതി. ഇറങ്ങ്, പോ. എന്താ ചേച്ചി ഈ പാട്? കണ്ട കള്ളന്മാർ എന്നെ അടിക്കുന്നോ? കള്ളനൊക്കെ പണ്ടാളിയാ. ഇപ്പൊ പോലീസാ, സബ് ഇൻസ്പെക്ടർ. ഇതെന്റെ കൈ കിട്ടിയപ്പോൾ ആദ്യം ഇത് ചേച്ചി തന്നെ കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കട്ടുമൂട്ടിച്ചൊന്നും ഉണ്ടാക്കിയതല്ല അളിയാ, കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാ. തൻ്റെ വള. അളിയനൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാ മനുഷ്യർക്കും ഒരു മോശ സമയമുണ്ട്. അപ്പോൾ അവരുടെ തലേ കയറി ചവിട്ടിത്താഴ്ത്തിയുണ്ടല്ലോ, അവർക്കും വരും ഒരു ദിവസം. അന്ന് കിട്ടി അടിക്കെല്ലാം അവർ കണക്ക് ചോദിക്കും. എൻ്റെ ദേഹത്ത് ആ യൂണിഫോം ഒന്ന് കയറിക്കോട്ടെ. എൻ്റെ ചേച്ചിയുടെ മേലെ കൈവച്ചതിനൊക്കെയുള്ള ചായയും പരിപ്പോടെ ഞാൻ തരുന്നുണ്ട്.